ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ മിറ്റ്സുബിഷി അവരുടെ ആദ്യ ഔട്ട്ലാൻഡർ എന്ന മോഡൽ അവതരിപ്പിക്കുന്നത് 2002-ലാണ്. അതിനുശേഷം അവർ 4 ജനറേഷൻ അവതരിപ്പിച്ചു. നമ്മളിന്ന് കാണാൻ പോകുന്നത് 4th ജനറേഷൻ ഔട്ട്ലാൻഡർ 2024 മോഡലിൻ്റെ വിശേഷങ്ങളാണ്. ഞാൻ ഇതിൽ വെൽക്കം ടു ഓട്ടോ സെക്ടർ. എട്ട് കളറുകളിലാണ് ഔട്ട്ലാൻഡർ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡയമണ്ട് വൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഒരു വലിയ ബോണറ്റ് ഏരിയയാണ് ഈ വാഹനത്തിന് വരുന്നത്. അതിനോട് ഇഴുകിച്ചേരുന്ന രീതിയിൽ ബോണറ്റിൻ്റെ ഗ്രില്ല് പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഭാഗവും അതിൻ്റെ സെൻട്രലായിട്ട് മിറ്റ്സുബിഷിയുടെ ഒരു ലോഗോയും കാണാം. തൊട്ട് താഴെയായിട്ട് ഫ്രണ്ട് ഗ്രില്ലും കൂടാതെ താഴെയായി എയർ ഡാമും ക്രമീകരിച്ചിരിക്കുന്നു. മുകളിലേക്ക് വന്നാൽ DRL അസംബ്ലി കാണാം. അതിൽ തന്നെ ഇൻഡിക്കേറ്ററും ക്രമീകരിച്ചിരിക്കുന്നു. തൊട്ട് താഴെയായിട്ട് ക്രോം കളറോട് കൂടിയ ഒരു എലമെൻറ്റ് ക്രമീകരിച്ചിരിക്കുന്നു. അത് അത്യാവശ്യം നല്ല വൃത്തിയിലും ഭംഗിയിലുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വണ്ടിക്കൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നതിനെ സഹായിക്കുന്നുണ്ട്. 3 അറകളോട് കൂടിയ ഒരു വലിയ LED ഹെഡ് ലാമ്പാണ് ഈ വാഹനത്തിൽ വരുന്നത്. അത് അത്യാവശ്യം നല്ല വൃത്തിയിലും ഭംഗിയിലും അറേഞ്ച് ചെയ്തിരിക്കുന്നു. കൂടാതെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് സെൻസറും കൂടാതെ താഴെയായിട്ട് സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഭാഗവും കൊടുത്തിരിക്കുന്നു. സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നോവ ക്രിസ്റ്റയേക്കാൾ ഏകദേശം 40 mm മാത്രം കുറവ് വരുന്നൊരു വാഹനമാണിത്. അതായത് 4710 mm ലെങ്തും 1745 mm ഹൈറ്റും കൂടാതെ 1897 mm വിഡ്ത്തുമാണ് ഈ വാഹനത്തിന് വരുന്നത്. ഏകദേശം ഒരു 2706 mm വീൽ ബേസും കൂടാതെ ഒരു 210 mm ഗ്രൗണ്ട് ക്ലിയറൻസുമാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. 20 ഇഞ്ചിൻ്റെ ബ്ലാക്ക് ആൻഡ് ക്രോം കളറോട് കൂടിയ അലോവീൽസാണ് ഈ വാഹനത്തിന് വരുന്നത്. സെൻട്രലായിട്ട് മിറ്റ്സുബിഷിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. 4 വീൽ ഡിസ്ക് ബ്രേക്ക്, ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക്, ABS EBD തുടങ്ങിയ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 255/45 ടയറുകളാണ് ഈ വാഹനത്തിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. റിയർ വ്യൂ മിററിലേക്ക് വന്നാൽ ബോഡി കളറായിട്ടുള്ള ഓട്ടോ ഫോൾഡബിൾ മിററാണ് ലഭിക്കുക. അതിൽ തന്നെ ഇൻഡിക്കേറ്റർ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടി അവൈലബിൾ ആണ്. ഇതിൽ മിസ്സിംഗ് ആയ ഒരു കാര്യമാണ് റൂഫ് റെയിൽ. ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ ഒരു സിൽവർ കളറോട് കൂടിയ റൂഫ് റെയിൽ അവൈലബിൾ ആണ്. താഴേക്ക് വന്നാൽ ഗ്ലാസ് ഏരിയ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ക്രോം ബീഡിങ് പോകുന്നുണ്ട്. അത് വാഹനത്തിന് നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നിപ്പിക്കുന്നുണ്ട്. കൂടാതെ താഴേക്ക് വന്നാൽ ഒരു വലിയ ബോഡി ലൈൻ കാണാം. അത് ഡോർ ഹാൻഡിലോട് യോജിക്കുന്ന രീതിയിൽ ടെയിൽ ലൈറ്റ് വരെ നീളുന്നുണ്ട്. അത് നല്ല ലുക്കും ഒരു ബോൾഡ്നെസ്സും തോന്നിപ്പിക്കുന്നുണ്ട്. ഡോർ ഹാൻഡിലേക്ക് വന്നാൽ ബോഡി കളർഡ് കൂടിയ ഒരു ഡോർ ഹാൻഡിലാണ് വരുന്നത്. അതിൽ റിക്കറ്റ് സെൻസർ ബട്ടണും കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും കോ ഡ്രൈവർ സൈഡിലും ഇത് അവൈലബിൾ ആണ്. ശേഷം ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്യൂൽ ടാങ്ക് ഓപ്പണിംഗ് കാണാം. ഏകദേശം 55 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇതാണ് ഔട്ട്ലാൻഡറിൻ്റെ ഒരു റിയർ വ്യൂ. നല്ല മനോഹരമായ രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിലായി സ്റ്റോപ്പ് ലാമ്പും ഒരു സ്പോയിലറും കാണാം. അത്യാവശ്യം നല്ല വൃത്തിയിൽ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നു. കൂടാതെ മുകളിൽ ഷാർപ്പിൻ ആൻറ്റിന കാണാം. നല്ല വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഗ്ലാസ് അറേഞ്ച് ചെയ്ത് വലിയൊരു ഗ്ലാസ് ഏരിയയാണ്. അതിൽ തന്നെ ഡീഫോഗറും കൂടാതെ റിയർ വൈപ്പറും കൊടുത്തിട്ടുണ്ട്. ടെയിലൈറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വളരെ മനോഹരമായ ഒരു വലിയ ടെയിലൈറ്റ് അസംബ്ലിയാണ് ഈ വാഹനത്തിന് വരുന്നത്. നമ്മൾ നേരത്തെ മറ്റു ചില വാഹനങ്ങളിൽ കണ്ട അതേ മോഡൽ ഒരു ടെയിൽ അസംബ്ലി തന്നെയാണ് ഇത്. എന്നാലും അത്യാവശ്യം നല്ല മനോഹരമായ രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് സൈഡ് ബോഡി മുതൽ അങ്ങ് ടെയിൽ ഗേറ്റ് വരെ നീളുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടാതെ സെൻട്രലിലേക്ക് വന്നാൽ മിറ്റ്സുബിഷിയുടെ ഒരു ലോഗോ കാണാം. താഴേക്ക് വന്നാൽ നമ്പർ പ്ലേറ്റ് ലൈറ്റുകളും കൂടാതെ റിവേഴ്സ് ക്യാമറയും കാണാം. റിവേഴ്സ് ക്യാമറ ഹിഡനൊന്നുമല്ല, ബാക്കിൽ നിന്ന് നോക്കി കാണുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാലും വളരെ മനോഹരമായിട്ടുണ്ട്. താഴേക്ക് വന്നാൽ ഔട്ട്ലാൻഡറിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ താഴെയായി ഒരു റിഫ്ലക്ടറും പാർക്കിംഗ് സെൻസറും ഒരു ഡിഫ്യൂസർ പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈനും സെൻട്രലായിട്ട് ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സോസ് പൈപ്പ് വരുന്നത് താഴെയാണ്. ഇത്രയൊക്കെയാണ് ബാക്ക് സൈഡിൽ എടുത്തു പറയാനുള്ളത്. ഇതാണ് ഔട്ട്ലാൻഡറിൻ്റെ കീ വരുന്നത്.
ടോപ്പ് വേരിയൻ്റ് ആണെങ്കിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് മാനുവലി ഓപ്പൺ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് ഒരു 7 സീറ്റർ വാഹനമാണ്. ഈ തേർഡ് റോ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ് നമ്മുടെ യൂസ് അനുസരിച്ച്. നമുക്ക് തേർഡ് റോ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏകദേശം 1822 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് കിട്ടുക. ഓപ്പൺ ചെയ്ത് വെച്ചാലും ഒട്ടും മോശമല്ല. 751 ലിറ്റർ ബൂട്ട് സ്പേസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. കൂടാതെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബൂട്ട് ലാമ്പും സൈഡിലായിട്ടൊരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നാൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. വളരെ സിമ്പിളായിട്ട് ഈ ബെൽറ്റ് ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ച് ഇത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് റോ ഫോൾഡ് ചെയ്യുന്നതാണ്. അതിന് മുമ്പ് നമ്മൾ ഹെഡ് റെസ്റ്റ് ഒന്ന് ഊരി വെക്കണം. അതേപോലെ ടെയിൽ ഗേറ്റിലായിട്ട് ഒരു ലാമ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ്. കൂടാതെ ടെയിൽ ഗേറ്റ് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഹാൻഡിലും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ബൂട്ടിലെ വിശേഷങ്ങൾ. ഡോറിലേക്ക് വന്നാൽ റിക്വസ്റ്റ് സെൻസർ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡോർ അൺലോക്ക് ചെയ്യാനാണ്. മിറർ ഫോൾഡ് ഓപ്പണായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു ഗ്ലാസ് ഏരിയയാണ് ഈ വാഹനത്തിന് വരുന്നത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഡോർ പാഡിലേക്ക് വന്നാൽ ഒരു ഫാബ്രിക് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിൽ സിൽവർ കളറോട് കൂടിയ ഡോർ ഹാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കും. താഴെയായിട്ട് പവർ വിൻഡോ കൺട്രോളും അതുപോലെ മിറർ ലോക്ക് അൺലോക്ക് ബട്ടണും അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. അതിന് ചുറ്റുമായിട്ട് ഒരു കാർബൺ ഫിനിഷ് പോലെ തോന്നിപ്പിക്കുന്നൊരു മെറ്റീരിയൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഒരു ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഡോർ പാഡിൽ എടുത്തു പറയാനുള്ളത്. ബ്ലാക്ക് ആൻഡ് ബീജ് കളറോട് കൂടിയ ഒരു പ്രീമിയം ലുക്ക് വരുന്ന ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. നല്ല മനോഹരമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നു. അത്യാവശ്യം നല്ല സൈഡ് സപ്പോർട്ടും കാര്യങ്ങളും തരുന്ന ഒരു ഫാബ്രിക് ഫിനിഷോട് കൂടിയ ഒരു സീറ്റാണ് ഈ വാഹനത്തിന് വരുന്നത്. ഇലക്ട്രിക്കലി ലംബർ സപ്പോർട്ടും ബാക്കിയെല്ലാം മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സീറ്റാണ് ഇതിന്. ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ ഫുള്ളി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സീറ്റുമാണ് വരുന്നത്. ലെതർ റാപ്പഡ് കൂടിയ ഒരു 4 സ്പോക്ക് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിന് വരുന്നത്. സെൻട്രലായിട്ട് മിറ്റ്സുബിഷിയുടെ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു എയർ ബാഗിൻ്റെ സിമ്പിളും കാണാം. ടോട്ടൽ 7 എയർ ബാഗുകളാണ് ഈ വണ്ടിയിൽ വരുന്നത്. കൂടാതെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണാം. ഒരു സെമി ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് ഈ വാഹനത്തിന് വരുന്നത്. സെൻട്രലായിട്ട് ഡിജിറ്റൽ ഡിസ്പ്ലേയും 2 സൈഡിലായിട്ട് അനലോഗ് മീറ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. വണ്ടിയെപ്പറ്റി മിക്കവാറും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നതാണ്. കുറച്ച് ഉള്ളിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ലൈറ്റ് അടിച്ച് ഗ്ലെയറും കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. നല്ല അത്യാവശ്യം നല്ല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ശേഷം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു AC വെൻറ്റ് കാണാൻ സാധിക്കും. കൂടാതെ ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റാണ്. ഈ വാഹനം ഓട്ടോമാറ്റിക് വേരിയൻറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ പാഡൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളും എല്ലാം സ്റ്റിയറിങ്ങിന് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇൻഡിക്കേറ്റർ കൺട്രോളും അതുപോലെ റൈറ്റ് സൈഡിൽ വൈപ്പർ കൺട്രോളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് ഫ്ലാറ്റ് ബോട്ടം ഒന്നുമല്ല, നോർമൽ സ്റ്റിയറിംഗ് വീലാണ്. താഴെയായിട്ട് ലൈറ്റിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ കൺസോളിലേക്ക് വന്നാൽ 9 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനോട് കൂടിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ താഴെയായി ഹസാർഡ് സ്വിച്ചും എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ മുതൽ AC വെൻറ്റിനെ ഫുള്ളായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിൽ അത്യാവശ്യം നല്ല മനോഹരമായ രീതിയിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് ചെയ്തിരിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലെതറിലാണ്. നല്ല ഭംഗിയുള്ള ഒരു രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കളർ കോമ്പിനേഷൻ ആയാലും നല്ല ഭംഗിയുണ്ട്. അതിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടൊരു സിൽവർ കളർ മെറ്റീരിയലും പോകുന്നുണ്ട്. താഴേക്ക് വന്നാൽ ഓട്ടോമാറ്റിക് AC കൺട്രോളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു 2 സോൺ AC ആണ് വരുന്നത്. അതിനോട് ചേർന്ന് 2 USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഈ വാഹനം വയർലെസ്ലി ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ് മൊബൈൽ. അതിന് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഗിയർ സെലക്ടർ. അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു ഗിയർ സെലക്ടറാണ് ഇതിന്. ജസ്റ്റ് ബാക്കിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവ് മോഡും അതുപോലെ മാനുവൽ മോഡും കാണാം. സെൻട്രലായിട്ട് ന്യൂട്രൽ മോഡ്, അതുപോലെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് മോഡാണോ. ഇതിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു റിവേഴ്സ് ക്യാമറയാണ് ഈ വാഹനത്തിന് വരുന്നത്. പിന്നെ കൂടാതെ ഏത് ഗിയറിലാണെങ്കിലും ഇതിൻ്റെ പാർക്ക് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ പാർക്ക് മോഡിലേക്ക് പോകുന്നതാണ്. താഴെയായിട്ട് ഇലക്ട്രിക് പാർക്ക് ബ്രേക്കിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓഫായി. ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ പാർക്ക് ബ്രേക്ക് ഓണായി. അതിനോട് ചേർന്ന് ഓട്ടോ ഹോൾഡിൻ്റെ കാര്യങ്ങളും സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിന് 7 ഡ്രൈവ് മോഡുകളാണ് വരുന്നത്. അതിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 2 കപ്പ് ഹോൾഡർ കാണാം. അത്യാവശ്യം വലിയ ഒരു കപ്പ് ഹോൾഡറാണ്. അതിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് ബാക്കിലായിട്ട് ആംറസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മുകളിലേക്ക് വന്നാൽ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു IR കാണാം. തൊട്ട് മുകളിലായിട്ട് ഒരു സൺഗ്ലാസ് ഹോൾഡറും കൂടാതെ ഇൻറ്റീരിയർ ലൈറ്റും കാര്യങ്ങളൊക്കെ
കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ ഒരു പനോരമിക് സൺറൂഫും കാര്യങ്ങളും വരുന്നുണ്ട്. അത് ഇതിനകത്ത് മിസ്സിംഗ് ആണ്. ഇത്രയൊക്കെയാണ് ഫ്രണ്ടിലെ വിശേഷങ്ങൾ. ഇനി റിയർ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡോറിൽ കണ്ട അതേ സെയിം മെറ്റീരിയലാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഡോർ ഹാൻഡിലെല്ലാം അതേ രീതി തന്നെ ഒരു പവർ വിൻഡോയുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ കാണാം. താഴെ ഒരു സ്റ്റോറേജ് സ്പേസും അതുപോലൊരു ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് റോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയൊരു വെഹിക്കിളാണ്. ഈ സീറ്റ് മാക്സിമം ഞാൻ ബാക്കിലേക്ക് ഇറക്കിയിട്ടിരിക്കുകയാണ്. 3 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സീറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 5.5 ഇഞ്ചാണ്. ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്രയും ഒരു ലെഗ് റൂമും അതുപോലെ ഇത്രയും ഒരു ഹെഡ് റൂമുമാണ് ഇതിൽ അവൈലബിളായിട്ട് കിട്ടുന്നത്. നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളും നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷോട് കൂടിയ ഒരു സീറ്റുമാണ്. സെൻറ്ററിലേക്ക് വന്നാൽ റിയർ AC വെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ്, ഫോൺ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസും താഴെയായിട്ട് USB പവർ ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ റാമ്പ് വലിയ പൊക്കമില്ലാത്തതിനാൽ 3 പേർക്ക് സുഖമായിട്ടിരിക്കുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു വലിയ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ കവറിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്നാലും നല്ല വലിപ്പമുള്ള ഒരു ആംറസ്റ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഹെഡ്റസ്റ്റോട് കൂടിയാണ് ഇത് ഫോൾഡായി വരുന്നത്. ഇത്രയൊക്കെയാണ് സെക്കൻഡ് റോയിൽ എടുത്ത് പറയാനുള്ളത്. തേർഡ് റോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നമ്മൾ നോർമൽ തേർഡ് റോ സീറ്റുകളിൽ കാണുന്ന പോലെ തന്നെ വലിയവർക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഈ സീറ്റ് മാക്സിമം ബാക്കിലേക്ക് ഇട്ടേക്കാണ്. എന്നാലും ഇത്രയും ഒരു സ്പേസും കാര്യങ്ങളും ഇതിനകത്ത് കിട്ടും. കുട്ടിയൊക്കെ നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിനെ പറ്റി എടുത്ത് പറയാനുള്ളത്. സമയപരിമിതി കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ എടുത്ത് പറയാൻ സാധിച്ചിട്ടില്ല. അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ റൈഡ് റിവ്യൂയും അതുപോലെ ബാക്കി വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും.